നമസ്കാരം. തൻ്റെ മരണശേഷം ഏറ്റവും അധികം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട കലാകാരൻ ഒരുപക്ഷേ കൊല്ലം സുധിയായിരിക്കാം. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി എന്തെല്ലാം വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. സുധിയുടെ മരണം മുതൽ വിവാദങ്ങളും അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. കൊല്ലം സുധി ഇത്തരക്കാരനോ എന്ന് അദ്ദേഹത്തെ സ്നേഹിച്ചവർ ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സംഭവിച്ചത്. എന്നാൽ ഇതാ എല്ലാ ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും വ്യക്തത കൈവന്നിരിക്കുന്നു. സുധിയുടെ 20 വയസ്സുള്ള മകൻ കിച്ചു തൻ്റെ അച്ഛനെതിരെ ഉയർന്ന വിവാദങ്ങളുടെ മുനകൊടിച്ചിരിക്കുകയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. കൊല്ലം സുധി രേണുവിനെ വിവാഹം കഴിക്കും മുമ്പ് വിവാഹിതനായിരുന്നു എന്നും ആ ഭാര്യയുമായി പിന്നീട് വേർപിരിഞ്ഞു എന്നും മട്ടിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സജീവമായി ഉയർന്നിട്ടുള്ളത്. കലാരംഗത്ത് തന്നെ സജീവമായ ഒരു സ്ത്രീയാണ് സുധി രണ്ടാമത് വിവാഹം ചെയ്തത് എന്നാണ് പ്രചരിക്കുന്ന വിവാദം. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ശബ്ദാഭിമുഖത്തിലൂടെ ആ യുവതി തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. കൊല്ലം സുധിയുടെ നിലവിലെ ഭാര്യ രേണു തനിക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ സാഹചര്യത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നതെന്നാണ് ഈ യുവതി പറഞ്ഞത്. ആദ്യ അഭിമുഖം പുറത്തു വന്ന 2 ദിവസത്തിന് ശേഷം മറ്റൊരു ചാനലിന് വീണ്ടും ശബ്ദാഭിമുഖം നൽകി. തൻ്റെ കൈവശം എല്ലാ തെളിവുകളും ഉണ്ടെന്ന് വ്യക്തമാക്കിയ ഇവർ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ലെന്ന നിലപാടെടുത്തു. അതേസമയം നിയമപരമായി കൊല്ലം സുധിയുടെ ഭാര്യ താൻ തന്നെയാണെന്ന് രേണു സുധി അവകാശപ്പെടുന്നു. ഇതിൻ്റെ തെളിവുകളും അവർ സോഷ്യൽ മീഡിയയിൽ ഹാജരാക്കി. രണ്ടാം ഭാര്യ എന്ന വെളിപ്പെടുത്തൽ നടത്തിയ യുവതി ഇപ്പോൾ ഭർത്തൃമതിയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കിച്ചുവിനും മറ്റു ബന്ധുക്കൾക്കും അറിയാമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാ വിവാദങ്ങൾക്കും കിച്ചുവിൻ്റെ മറുപടി വന്നതോടെ വിരാമമായി. കൊല്ലം സുധിയെ സ്നേഹിക്കുന്നവർ അയാളുടെ പ്രതിഭയെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അയാൾ അവശേഷിപ്പിച്ച ഓർമ്മകൾ പ്രേക്ഷകർ എന്നും അനുസ്മരിക്കും. ആ ഓർമ്മകളെ തമസ്കരിക്കുന്നവർക്ക് കാലം മാപ്പ് നൽകില്ല.